ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കളരിക്കൽ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി ദിവസങ്ങൾക്കുള്ളിൽ സർപ്പദംശനം കൊണ്ട് മരിക്കും. അച്ഛൻ, മുത്തശ്ശിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊന്ന് നോക്കട്ടെ. നന്നായിട്ടുണ്ട് അല്ലേ സുത്താരെ? മൂക്ക് നന്നായിട്ട് ചേരും. നവീൻ എന്താ അഭിപ്രായം? എല്ലാവരുടെ ഇഷ്ടത്തിന് വേണ്ടതൊക്കെ എടുത്തോളൂ. അത് കഴിഞ്ഞിട്ട് ഞാനും ഗാഥയും കൂടെ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ സെലക്ട് ചെയ്തോളാം. ആ, അതാണ് അതിന്റെ ശരി. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ചല്ലേ നടക്കേണ്ടത്. അപ്പൊ കാരണവന്മാരുടെ ഇഷ്ടം നോക്കേണ്ട കാര്യമില്ല, അവരവരുടെ ഇഷ്ടം നോക്കിയാ മതി. ആ, പിന്നെ അവര് നോക്കിയെടുക്കട്ടെ അല്ല സിത്താരെ? സുമിത്രേ, ഈ ഡ്രസ് പർച്ചേസിംഗിൽ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഈ നിർമ്മലയുടെ പെരുമാറ്റം. ഇപ്പൊ നിർമ്മലയുടെ പെരുമാറ്റം കണ്ട കളരിക്കൽ കുടുംബത്തിന്റെ എല്ലാ ഐശ്വര്യവും നിർമ്മലയുടെ മുഖത്തുണ്ട്. ഒരു തെറ്റ് ആർക്കും പറ്റുമല്ലോ സിത്താരെ. അത് പിന്നെ തെറ്റ് തിരുത്തേണ്ട സമയത്ത് ഞാനത് തിരുത്തണമല്ലോ അല്ലേ? ഇനി എത്ര കാലത്തേക്കാണ് ഈ മാറ്റമെന്ന് അറിയത്തില്ലല്ലോ. അതിങ്ങോട്ട് തന്നെ. നിർമ്മലേ, നീ വന്നേ. എന്താ ഉദയ, നിർമ്മലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പർച്ചേസ് ചെയ്യാനുണ്ടോ? അത് പിന്നെ ഇല്ലാണ്ടിരിക്കുവോ? അതൊക്കെയല്ലേ ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ ഉള്ള ഒരു സന്തോഷം. നീ ഒന്ന് വന്നേ. ഇപ്പൊ വരാം. ഞാൻ ഇപ്പൊ വരാവേ. വാ. എന്താ നീ എന്തൊക്കെയാ നിർമ്മലയെ കാണിക്കുന്നേ? ഇപ്പൊ നിന്റെ ഭാവം കണ്ടു കഴിഞ്ഞാ ഈ കല്യാണം നടത്തി കൊടുക്കാനാണ് നിന്റെ ഉദ്ദേശം എന്ന് തോന്നുമല്ലോ. നിർമ്മലെ, നീ മോളോട് പറഞ്ഞതൊക്കെ മറന്നുപോയോ? എന്ത് ചെയ്തിട്ടായാലും അവളെ നവീന്റെ ഭാര്യയാക്കാന്ന് നീ വാക്കു കൊടുത്തല്ലേ? സിതാര നിന്നെ ഭീഷണിപ്പെടുത്തിയോ? അതോ സുമിത്ര വല്ലതും പറഞ്ഞോ? ആരും ഒന്നും ചെയ്തിട്ടില്ല ഉദേട്ടാ. പക്ഷേ ഈ കല്യാണം നടക്കണമെന്നാ എന്റെ ആഗ്രഹം. എന്റെ മാത്രമല്ല, നമ്മുടെ മോളുടെ. എടി മോളെ, നിന്റെ അമ്മ എന്തൊക്കെയായി പറയുന്നത്? നവീന്റെയും ഗാഥയുടെയും വിവാഹം നടക്കട്ടെ, എനിക്കതിൽ ഒരു പരാതിയില്ല. അമ്മയും മോളും കൂടെ എന്നെ പട്ടാക്കല്ലേ? ഉദേട്ടാ, ഉദേട്ടന് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലായെങ്കിലേ ഞങ്ങളെക്കാട്ടിലും മുന്നേ ഉദേട്ടനായിരിക്കും ചിരിക്കുക. ഈ വിവാഹം നടത്താനേ ചാടിച്ചാടി നിൽക്കുകയും ചെയ്യും. നമ്മുടെ കുടുംബത്തില് എന്തൊക്കെയാ നടക്കുന്നേന്ന് അച്ഛന് വല്ല ധാരണയുണ്ടോ? എല്ലാവരും പറയുന്നുണ്ടല്ലോ ഗാഥയുടെയും നവീന്റെയും ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണെന്ന്. അത് കള്ളവാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിർമ്മലേ. ഉദേട്ടാ, കളരിക്കൽ കുടുംബത്തിന് ഒരു സർപ്പശാപമുണ്ട്. കളരിക്കൽ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി ദിവസങ്ങൾക്കുള്ളിൽ സർപ്പദംശനം കൊണ്ട് മരിക്കും. അച്ഛൻ, മുത്തശ്ശിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. മുത്തശ്ശിന്റെ രണ്ടാം ഭാര്യയല്ലേ? സുമിത്ര അമ്മായി അമ്മാവന്റെ രണ്ടാം ഭാര്യയല്ലേ? കളരിക്കൽ കുടുംബത്തിലെ ആൺകുട്ടികൾക്ക് ആദ്യ ഭാര്യ വാഴില്ല. അതുകൊണ്ട് കതർ മണ്ഡപത്തിൽ മോൾ കൊടുക്കാനുള്ള ഡ്രസ്സല്ല സിത്താര തെരഞ്ഞെടുക്കുന്നത്, അവളുടെ ശവത്തിന് പൊതിയാനുള്ളതാ. ഗാഥയുടെ നവീന്റെ ജാതകത്തില് അമ്മ എന്തോ കൃത്രിമം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടെന്ന് ജ്യോത്സ്യം പറഞ്ഞത്. അത് സിത്താരെ വിശ്വസിപ്പിക്കാനാ. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല. അത് കൂട്ടിച്ചേർത്താൽ മരണം തന്നെയാണ് ഫലം.
നിർമ്മലേ, എന്താ നീ പറയുന്നത്? ഇത്രയും വലിയൊരു ചതി അമ്മ ചെയ്യുവോ? ചെയ്യും. അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും നവീന്റെ തലയിലുള്ള ശാപം മാറി കിട്ടിയാ മതി. അപ്പോ നമ്മളങ്ങ് കൂടെ നിക്കണം. കല്യാണം നടക്കട്ടെ. ചാകാനുള്ള സമയമാകുമ്പോ ഗാഥ ചാകണം. അത് കഴിയുമ്പോ നമ്മുടെ മോളെ കുറിച്ചല്ലാതെ അവർക്ക് വേറെ ആരെ കുറിച്ചാ ചിന്തിക്കാനുള്ളത്? ഓ നിർമ്മലേ, ഭയങ്കരം തന്നെ. ദേ, ഉദയേട്ടൻ ഇത് അറിഞ്ഞൂന്ന് വേറൊരാളുടെ മുന്നില് ഉദയേട്ടന്റെ വായിന്ന് ഒരക്ഷരം വീണു പോരുത്. വാ, നമുക്കേ ആ കൂട്ടത്തിൽ പോയി നിൽക്കാം. ഇല്ലെങ്കിലേ എല്ലാരും സംശയിക്കും. വാ. എല്ലാം നിർമ്മല അറിഞ്ഞു കഴിഞ്ഞു. എന്റെ ഈശ്വര. അപ്പോ ഇതൊക്കെ ഒന്ന് ബില്ല് ചെയ്തേക്ക്. എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങാമേ. ഗാഥ, അശുഭ ലക്ഷണങ്ങളൊന്നും സംഭവിക്കല്ലേ ദേവി. ഗോപാലേട്ട, ഒട്ടും പ്രതീക്ഷിക്കാതെയാ കൃഷ്ണ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയത്. ഗോപാലേട്ടന്റെ നാട്ടിലുള്ള ഒരു പെൺകുട്ടി. ഇത്തിരി കഷ്ടപ്പാടുണ്ട്. പറ്റാവുന്ന സഹായം ചെയ്യണം, അങ്ങനെ ആദ്യം കരുതിയിരുന്നുള്ളൂ. പക്ഷേ ഇത്തിരി ദിവസം കൊണ്ട് അവളോട് വല്ലാണ്ട് അങ്ങ് അടുത്തുപോയി. ഗോപാലേട്ടൻ പറയും പോലെ നമ്മുടെ മൂത്ത മോളെ പോലെ തന്നെ. എന്നിട്ടിപ്പോ അവളുടെ മരണത്തിനല്ലേ നമ്മളിപ്പോ കാവല് നിൽക്കുന്നേ. ശരിയാണ് സുനന്ദേ. ഒരു കണക്കിന് പറഞ്ഞാല് അവളെ സിത്താര മേഡത്തിന്റെ മുന്നിലെത്തിച്ച് നമ്മളാ. അങ്ങനെ നോക്കുമ്പോ ഈ ദുരന്തത്തിന് നമ്മളും കാരണക്കാരായിട്ടുണ്ട്. തങ്ക ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കേട്ടിട്ടില്ലേ, ഓപ്പറേഷന് കാശൊന്നും ഇല്ലെങ്കിലും ഞാനും എന്റെ മോളും സന്തോഷത്തോടെയാ ജീവിക്കുന്നെന്ന്. അതിന്റെ ഇടയിലാ അവക്ക് ഇങ്ങനെ ഒരു വിധി വന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗോപാലേട്ടാ? എങ്ങനെയെങ്കിലും അവളൊന്ന് രക്ഷിക്കാൻ പറ്റിയെങ്കിൽ. അതിനൊരു വഴിയുണ്ട് സുനന്ദേ. സിത്താര മേഡത്തിന് പണം തിരിച്ചു കൊടുത്താലേ കൃഷ്ണമോൾക്ക് ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാം. ആ തുക കണ്ടെത്താൻ ഒരു മാർഗമുണ്ട്. നമ്മുടെ വീട് വിൽക്കണം. സിത്താര മേഡത്തിനെ വെല്ലുവിളിച്ച് സംസാരിച്ചപ്പോ ഞാൻ അതാണ് അവരോട് പറഞ്ഞത്. നീ കേട്ടതല്ലേ? നമ്മുടെ ആകെയുള്ള സമ്പാദ്യ, നമ്മുടെ മോൾക്ക് വേണ്ടി ആകെയുള്ള കരുതല. അത് നഷ്ടപ്പെട്ട പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കൂര കുത്തി ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. അതൊന്നും സാരില്ല ഗോപാലേട്ടാ, നമുക്കത് വിൽക്കാം.